നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യമാണ് വലിയ ബുദ്ധിമുട്ടായി പോയത്. ടിക്കറ്റ് ഇപ്പൊ കൺഫേം ആയതേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ടന്റ് കയ്യിലിരിക്കുക ടിക്കറ്റ്. ഈ ഡൽഹി ട്രിപ്പ് പ്രണവ് ശരിക്കും പ്രയോജനപ്പെടുത്തണം. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD പ്രണവ് ആണെന്നുള്ള കാര്യം ആ മീറ്റിംഗിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടണം. അറിയാലോ? അതൊക്കെ അറിയാങ്ങളെ, ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും. അതിലെനിക്ക് സംശയമൊന്നുമില്ല. പ്രണവ് മിടുക്കനാ, ഒരുപക്ഷെ ഗൗതമിനേക്കാളൊക്കെ. മീറ്റിംഗ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അഡ്വക്കേറ്റ് ഓംപ്രകാശിനെ പോയി കാണണം. കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൗതം അനാഥനാണെന്നും നിയമപ്രകാരമുള്ള അഡോപ്ഷൻ നടന്നിട്ടില്ലെന്നും സ്ഥാപിച്ചെടുത്താൽ മുഴുവൻ സ്വത്തുക്കളുടെ അവകാശം പ്രണവിനാവും. പ്രണവിന് കുടിക്കാൻ എന്താ വേണ്ടത്? ജ്യൂസ് പറയട്ടെ? അതൊന്നും വേണ്ടങ്ങളെ. ഇനിയിപ്പോ ടിക്കറ്റ് വാങ്ങി നേരെ എയർപോർട്ടിലോട്ട് പോവാം. ഒരു ജ്യൂസ് കുടിക്കാൻ എത്ര സമയം വേണം? ഫ്ലൈറ്റിന് ഇനി സമയം കിടക്കല്ലേ? കിച്ചനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വേഗം 2 ജ്യൂസ് കൊണ്ടുവരാൻ പറയും. ഇനി ഗൗതമം കാണാൻ മീറ്റിങ്ങിന് കാണുമങ്ങളെ. ഗൗതം വരുന്നെങ്കിൽ വരട്ടെന്നേ. പക്ഷേ ഡോക്യുമെന്റ്സ് എല്ലാം പ്രണവിന്റെ കയ്യിലല്ലേ? ഒരു ഡോക്യുമെന്റ്സും ഇല്ലാതെ മീറ്റിങ്ങിന് ചെന്ന് കയറിയാൽ അവിടെ വെച്ച് തന്നെ ഗൗതമിന്റെ വാല് മുറിയുമെന്ന് അവനറിയാം. അവൻ വരില്ല, എനിക്ക് ഉറപ്പാ. ചേച്ചി ഇവിടെ എന്തെടുക്കുവാ? ഫോൺ റിങ് ചെയ്തപ്പോ സാറ് വിളിച്ചതാണോന്നൊരു സംശയം. അങ്ങനെ വന്നതാ. വന്നപ്പോ അകത്ത് ആളിരിപ്പുണ്ട്, അതുകൊണ്ട് കയറിയില്ല. സാറ് തന്നെയാ വിളിച്ചത്. വേഗം 2 ജ്യൂസ് ഉണ്ടാക്കി സാറിന്റെ ക്യാബിനിലേക്ക് കൊടുക്കാൻ. ശരി. അങ്ങനെ നിയമപ്രകാരമല്ലാതെ ദത്തെടുത്ത ആ മോന് ഈശ്വരമംഗലം വീട്ടില് യാതൊരു അവകാശവും ഇല്ലെന്നാണ് അഡ്വക്കേറ്റ് ഓംപ്രകാശ് പറയുന്നത്. എന്തുപറ്റി? അമ്മ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. എല്ലാ ശിവാനി കാരണോ സർവ്വ സമാധാനവും നശിച്ചു. അമ്മ അത് വിട്ടുകളയും. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. ഇരുതല മുറിച്ചുള്ള നാവുകൊണ്ട് അവൾ പലതും വിളിച്ചു പറയും. നമ്മൾ അതൊക്കെ മനസ്സിൽ കയറ്റിവെച്ച് ചിന്തിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് പിടിക്കുന്നത് നമുക്കായിരിക്കും. അവള് പറഞ്ഞതൊന്നും അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എത്രത്തോളം ആഴത്തിൽ ചിന്തിച്ചെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. ഗൗതമിനെ നിയമപ്രകാരം ദത്തെടുത്തിട്ടില്ല എന്ന പോയിന്റ് വരെ അവൾ എത്തിയിരിക്കുന്നു. കേസ് കൊടുക്കാൻ പോവാണത്രേ. എന്തിനാ അമ്മ പ്രണവ് കോടതിയും കേസും ഒക്കെ ആയിട്ട് പോയി സമയവും പണവും പാഴാക്കുന്നത്? ഒരു തുരുമ്പിന്റെ പോലും അവകാശം ഗൗതമിനും വേണ്ട, എനിക്കും വേണ്ട. എല്ലാം അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം. പിന്നെ സുപ്രീം കോടതി കേസെന്നൊക്കെ പറഞ്ഞു പോകുന്നു കേൾക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നത് സഹതാപവും. നിനക്കങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഓഹരി ചോദിച്ചാണ് പ്രണവ് കോടതി പോകുന്നതെങ്കിൽ ഞാൻ നമുക്ക് കാണാന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞേനെ. പക്ഷെ ഇതല്ലല്ലോ. ശിവാനിയും പ്രണവും ചേർന്ന് കളിക്കാൻ പോകുന്നത് ഗൗതം അനാഥനാണ് എന്ന കാര്യത്തില. അതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറം. എനിക്കും അമ്മയ്ക്കും അറിയാവുന്ന പ്രണവിന് ഗൗതമിനെതിരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ആ പാവത്തിനെ നടുക്ക് നിർത്തിയിട്ട് ഇടവും വലവും മുന്നിലുമായി 3 പേര് നിന്ന് കുതന്ത്രങ്ങൾ ഓതിക്കൊടുക്കുമല്ലേ. ആർക്കായാലും മനംമാറ്റം വരും. അവൻ എന്റെ മകനാണെങ്കിൽ ഇനി ആരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും മനസ്സ് മാറാൻ പാടില്ല. ഗൗതമല്ലേ അവനെ വളർത്തി വലുതാക്കിയത്. അതവൻ മറക്കാൻ പാടുണ്ടോ? എല്ലാവരും പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് ജീവിക്കണമെന്നില്ലല്ലോ അമ്മേ. നമ്മളെപ്പോലെ മറ്റുള്ളവരും ആവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താ നമ്മുടെ വിഷമങ്ങൾ തുടങ്ങുന്നത്. അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇതിനെ എത്ര നിസ്സാരമായിട്ട് കാണല്ലേ നിധി. ഗൗതം അനാഥനാണെന്നും പറഞ്ഞ് പ്രണവ് കേസ് കൊടുക്കാൻ പോകുന്നത് ഗൗതം അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഗൗതമിന് സഹിക്കാൻ പറ്റുമെന്നും തോന്നുന്നുണ്ടോ? അങ്ങനെ കൂടിയൊരു സംഭവം ഉണ്ടായാ പിന്നെ ഞാൻ പറഞ്ഞാൽ അവൻ നിൽക്കില്ല. നിന്റെ കൈയും പിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പ്രണവ് ഡൽഹിക്ക് പോകുന്നതിന് മുൻപേ എനിക്ക് അവനെ ഒന്ന് കാണണം.
അവൻ ബിൽഡേഴ്സ് മീറ്റിങ്ങിന് പോവോ മീറ്റിങ്ങിന് കൂടുവോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷേ ഗൗതമിന്റെ പേരിൽ കേസുമായി മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിധി, നിനക്ക് എന്റെ കൂടെ ഒന്ന് വരാവോ? എവിടേക്ക്? CKCയുടെ വീട്ടിലേക്ക്. CKCയുടെ വീട്ടിലേക്കോ? അതെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, പ്രണവിനെ കാണണം എനിക്ക്. ഗൗതമിന്റെ പേരിൽ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തീർത്തു പറയണം. വേണ്ടി വന്ന കരഞ്ഞ് കാല് പിടിക്കാൻ ഞാൻ അവന്റെ. ഒന്നും നടന്നില്ലെങ്കിൽ ചത്തു കളയുന്നു ഭീഷണിപ്പെടുത്തും. അമ്മ എന്തൊക്കെയായി പറയുന്നത്? CKCയുടെ വീട്ടിലേക്ക് അമ്മ ചെന്ന് കയറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ശിവാനിയും CKCയും ജ്യോതിർമയും കിട്ടിയ അവസരം പരമാവധി മുതലെടുക്കും. അവിടെ ഇട്ട് അപമാനിച്ച് ആട്ടിയിറക്കി വിടും. അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ? അപമാനിക്കട്ടെ, തള്ളിക്കോട്ടെ. പക്ഷേ എനിക്ക് പ്രണവിനെ കേസ് കൊടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചേ പറ്റൂ. എന്റെ അഭിമാനത്തെക്കാൾ വലുത് എനിക്കെന്റെ ഗൗതമ. നിനക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ ഇല്ലയോ? എന്താ അമ്മേ, എവിടെ പോകാനാ അമ്മ നിധി വിളിക്കുന്നത്? ആ, അതൊന്നുമല്ല, സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോണം, അത്രേ ഉള്ളൂ. അതൊന്നുമല്ല, പറയ നിധി, എന്താ കാര്യം? ചേടാ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, നീ എങ്ങോട്ടേ പോകുന്നത്? നിധി, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. നിധി, വേണ്ട. എന്നായാലും ഗൗതം ഇതറിയും, അറിയണമല്ലോ. അത് പിന്നെ ഇപ്പൊ അറിഞ്ഞാലും അന്നറിഞ്ഞാലും ഗൗതമിനുണ്ടാവാൻ പോകുന്ന വിഷമം ഒരുപോലെ തന്നെയാ. നീ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ നിധി. ഞാനും അമ്മയും കൂടി ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു ഗൗതം. അമ്മയ്ക്കിപ്പോ CKCയുടെ വീട്ടിൽ പോണോന്ന്, അവിടെ ചെന്ന് പ്രണവിനെ കണ്ട് കേസ് കൊടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണോന്ന് വാശി പിടിക്കാണ് ഗൗതമി അമ്മ. പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്നേ. പ്രണവിനോട് ഇത് പറയാനായി CKCയുടെ വീട്ടിലേക്ക് ചെന്നാ അവിടുന്ന് തിരിച്ചു കിട്ടാൻ പോകുന്നത് അപമാനം മാത്രമായിരിക്കും. എനിക്കതിലൊരു സംശയമില്ല. ഗൗതം, അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? മോനെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, അമ്മയ്ക്ക് CKCയുടെ വീട്ടിൽ പോകണമെങ്കിൽ പോവാം. അവിടെ ചെന്ന് പ്രണവിനെ കാണാം. ചിലപ്പോ അവൻ അമ്മയൊന്നും പറയില്ല. പകരം അവന്റെ കാവൽ നായ്ക്കളുണ്ട്, ശിവാനിയും CKCയും ജ്യോതിർമയും. പരിഹസിക്കൊന്നും മാത്രമല്ല, ചിലപ്പോ തല്ലിന്നും വരും. അതൊന്നും കാര്യമാക്കണ്ട. എത്ര നാണം കെട്ടിട്ടായാലും ഗൗതം അനാഥനാണെന്നും പറഞ്ഞ്